നമസ്കാരം. കേരളക്കരയാകെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയാണ് നെയ്യാറ്റിങ്കര കല്ലറക്കോണം ഗോപൻ സ്വാമിയുടെ സമാധി. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് അയൽവാസികളും പരിസരവാസികളും അതുപോലെ ഗോപൻ സ്വാമിയുടെ സുഹൃത്തുക്കളുമെല്ലാം പരാതിപ്പെട്ടതിനെ തുടർന്ന് തന്നെയാണ് ഗോപൻ സ്വാമിയുടെ സമാധി വാർത്തകളിൽ നിറയുന്നതും സമാധി പൊളിച്ച് പരിശോധന നടത്തണം എന്ന ആവശ്യം പുറത്തു വരുന്നതും. എന്നാൽ ഹൈന്ദവ ആചാരപ്രകാരം സ്വാമിയായിരുന്ന ഗോപൻ സ്വാമി സമാധി അടഞ്ഞതാണെന്നും അദ്ദേഹത്തിന് സമാധി കെട്ടി സമാധി ഇരുത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഈ സമാധി പൊളിക്കുന്നതിനോട് തങ്ങൾ എതിർപ്പാണ്, തങ്ങൾക്കെതിരാണ്. ഹൈന്ദവ മത ആചാരാനുഷ്ഠാനങ്ങളെ വികലമാക്കുവാൻ വേണ്ടി, വ്രണപ്പെടുത്തുവാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുവാൻ വേണ്ടി, സമാധി പൊളിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ ഈ നാട്ടിൽ ഒരു പൊതു നിയമമുണ്ട്, ഒരു പൊതുബോധമുണ്ട്. അതുകൊണ്ട് സാമാന്യ ജനത്തിന് പൊതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. ആരുടെയെങ്കിലും മരണം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അസ്വാഭാവിക മരണമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഗോപൻ സ്വാമി മരിച്ചു എന്നുള്ളതിന് ആർക്കും യാതൊരു തെളിവുകളുമില്ല. പിന്നെ എങ്ങനെയാണ് ഗോപൻ സ്വാമിയെ ഇവർ സമാധി ഇരുത്തിയിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്നാൽ ഇതൊരു വർഗീയ സംഘർഷമാക്കി തീർക്കുവാൻ വേണ്ടി ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹൈന്ദവ ആചാരങ്ങളെ മറ്റു മതസ്ഥർ തള്ളിപ്പറയുന്നു. അതുകൊണ്ടാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുവാൻ വേണ്ടി, സമാധി പൊളിക്കുവാൻ വേണ്ടി പലരും മുന്നോട്ട് വരുന്നത്. ഇത് ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുത്വ ആചാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആക്രോശിച്ചത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കണമെന്നും സമാധി പൊളിച്ചതിന് ശേഷം ഗോപൻ സ്വാമിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അതിനുള്ളിലുണ്ടെങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരാവശ്യം ഉന്നയിച്ചത് മുസ്ലിം സംഘടനകളോ മുസ്ലിം വ്യക്തികളോ അല്ല. ഗോപൻ സ്വാമിയുടെ തന്നെ അയൽവക്കക്കാരനും പരിചയക്കാരനുമായ വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദുവാണ്. അതായത് ഗോപൻ സ്വാമിയുടെ സമാധിയും കല്ലറയും പൊളിച്ചതിൻ്റെ പാപഭാരം ഏതെങ്കിലും തരത്തിലുള്ള അന്യമതസ്ഥരുടെ മുകളിൽ കെട്ടിവെച്ച് ഇത് ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് വരുത്തി തീർത്ത് വർഗീയ സംഘർഷമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ആദ്യമേ മുതൽ ചെറുക്കുന്നുണ്ടായിരുന്നു. ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ആദ്യം മുന്നോട്ട് വച്ചത്. എന്നാൽ കളക്ടറും മറ്റു ഭരണാധികാരികളുമെല്ലാം ഇടപെട്ട് ഒരാളുടെ മരണം സ്വാഭാവികമായും ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവിക മരണമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം അസ്വാഭാവിക മരണമായി ചിത്രീകരിക്കപ്പെടും, വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ പെരുമാറണമെന്നും നിയമത്തെ അംഗീകരിക്കണമെന്നും കല്ലറ പൊളിക്കുവാൻ വേണ്ടി കളക്ടറുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ച് ഇന്നലെ വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എടുക്കുകയായിരുന്നു. RTOയുടെയും കളക്ടറുടെയും എല്ലാം നേതൃത്വത്തിലാണ് കല്ലറ പൊളിച്ചത്. ഫോറൻസിക് സർജന്മാരും ഡോക്ടർമാരും അടങ്ങിയ വലിയൊരു സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വളരെ സൂക്ഷ്മമായ രീതിയിൽ കല്ലറ പൊളിച്ചു മാറ്റി അതിൽ സമാധിയിരുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇന്നലെ മിംസ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്നാൽ ഒരാഴ്ചക്കാലം മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മൃതദേഹത്തിന്റെ രീതിയിൽ ആ മൃതദേഹം അളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭസ്മവും കർപ്പൂരവും ചന്ദനവും പൂവുമെല്ലാം നിറച്ച സമാധിയിൽ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുകയായിരുന്നു. ചമ്പരം പടിഞ്ഞിരുന്ന അവസ്ഥയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതശരീരം കണ്ടത്. എന്നാൽ കഴുത്തിന് താഴേക്ക് മൃതദേഹം കാര്യമായി അഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച പഴക്കമുള്ള ഒരു മൃതശരീരം മണ്ണിനടിയിൽ കിടന്നാൽ എത്ര കണ്ടും അഴുകുമോ അത്രത്തോളം അഴുകൽ ആ മൃതശരീരത്തിന് ഉണ്ടായിരുന്നില്ല. ദുർഗന്ധവും വമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വായ പിളർന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തലയിൽ കരുവാളിച്ച ഒരു പാടുണ്ടായിരുന്നു. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ മറ്റു പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള വിഷാംശങ്ങൾ, വിഷപദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നിട്ടാണോ ഗോപൻ സ്വാമി മരണപ്പെട്ടത് എന്നുള്ളതെല്ലാം ഇനി കൃത്യമായ ഒരു പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഗോപൻ സ്വാമിയുടെ ആന്തരികാവയവങ്ങൾ ടോക്സോളജിക്കൽ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പരിശോധന ഫലം കൂടി പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമായിരുന്നു, സമാധി ഇരിക്കലായിരുന്നു എന്നുള്ളതെല്ലാം തിരിച്ചറിയാൻ സാധിക്കൂ. എന്തായാലും തൽക്കാലം വീട്ടുകാർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ദുരൂഹത മരണത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഗോപൻ സ്വാമിയുടെ മൃതശരീരത്തിൽ തലയുടെ ഭാഗത്ത് കണ്ട കരിവാളിച്ച പാടുകളും ശ്വാസകോശത്തിൽ കാണപ്പെട്ട ഭസ്മത്തിന്റെ സാന്നിധ്യവുമെല്ലാം ദുരൂഹത തന്നെയാണ്. അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് വന്നത് എന്നുള്ളത് തിരിച്ചറിയും വരെ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതകൾ ഒഴിയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ന് മിംസ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിക്കുന്ന മൃതദേഹം ഗോപൻ സ്വാമിയുടെ വീട്ടുവളപ്പിൽ മഹാസമാധിയായി തന്നെ ഇരുത്തുവാനാണ് പരിപാടിയിട്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിലെ സന്യാസിവര്യന്മാരെല്ലാം അങ്ങോട്ടേക്ക് വന്നു ചേരും.
ഗോപൻ സ്വാമിയുടെ മൃതദേഹം മഹാസമാധിയായി സമാധിയിൽ കുടിയിരുത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഹൈന്ദവാചാരപ്രകാരമുള്ള ഈ ചടങ്ങ് തടയുവാൻ ആർക്കും സാധിക്കില്ല എന്നുകൂടി ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നു. എന്നാൽ ഒരു സന്യാസി വര്യന് സമാധി ഇരുത്തണം എന്നുണ്ടെങ്കിൽ ചില ആചാരാനുഷ്ഠാന ക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത്തരം ക്രമങ്ങൾ ഇവിടെ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. തലയിൽ ഉണ്ടായിരിക്കുന്ന കറുത്ത കരുവാളിച്ച പാടും ശ്വാസകോശത്തിലെ ഭസ്മത്തിൻ്റെ സാന്നിധ്യവും മാത്രമാണ് ദുരൂഹതയുണർത്തുന്നത്. മറ്റൊന്നും തന്നെ ഇപ്പോൾ എടുത്തു പറയുന്നില്ല. എന്നാൽ ഫോറൻസിക് അനാലിസിസിന് ശേഷം ടോക്സോളജിക്കൽ ടെസ്റ്റിന് ശേഷം മാത്രമേ വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ ചെന്നാണോ മരണം ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. എന്തായാലും ഗോപൻ സ്വാമിയുടെ മൃതശരീരം ഇന്ന് മഹാസമാധി ഇരുത്തുന്നു എന്നുള്ളത് അറിയാൻ കഴിയുമ്പോൾ ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതകൾ ഇനിയും അഴിയുന്നില്ല എന്നുള്ളതാണ്. ഗോപൻ സ്വാമിയുടെ മൃതശരീരത്തിൽ കണ്ട കറുത്തപാടും ശ്വാസകോശത്തിലെ ഭസ്മത്തിൻ്റെ സാന്നിധ്യവുമെല്ലാം ദുരൂഹത ഉണർത്തുന്നത് തന്നെയാണ്. ഇത് ഗോപൻ സ്വാമി മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണോ ഇല്ലയോ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വരെ അവർക്ക്, അതായത് ഗോപൻ സ്വാമിയുടെ വീട്ടുകാർക്ക് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും ഇന്ന് ഗോപൻ സ്വാമിയുടെ മൃതശരീരം കളക്ടറുടെയും മറ്റാളുകളുടെയും അനുമതി പ്രകാരം സമാധി ഇരുത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിലെ കൂടുതൽ ദുരൂഹതകൾ വരുന്ന ആളുകളിൽ ചുരുളഴിയും, കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും കരുതുന്നത്. അതുവരെ നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.